സല്ലാപത്തിൻ്റെ ചിത്രീകരണം പൂർത്തിയായതിനു ശേഷം പിന്നെ അതിൻ്റെ റിലീസിങ്, അതിൻ്റെ ബാക്കി വർക്കുകളൊക്കെ കഴിഞ്ഞതിന് ശേഷം അതിൻ്റെ റിലീസിങ്ങിലേക്ക്, അതിൻ്റെ എഡിറ്റിങ്ങും ബാക്കി സിനിമ സംബന്ധമായ എല്ലാ വർക്കുകളും കഴിഞ്ഞാൽ അത് ഫസ്റ്റ് കോപ്പി ആവുന്നു. അപ്പോൾ അതിൻ്റെ റിലീസിങ് ഡേറ്റ് ഇങ്ങനെ ആലോചിക്കുന്നത്. അപ്പോഴും മാർച്ച് മാസമാണ് നമ്മൾ വിചാരിച്ചിരിക്കുന്നത്. കാരണം വിഷുവിന് വമ്പം പടങ്ങൾ വരുന്നുണ്ട്. വരാൻ പോകുന്ന പടങ്ങളെന്ന് പറയുന്നത് ഹിറ്റ്ലർ, ഡയറക്ടർ സിദ്ദിഖിൻ്റെ ഹിറ്റ്ലറാണ്. അതിൽ മമ്മൂട്ടി എന്ന് പറയുന്ന മഹാനടൻ, 5 നായികമാർ. അത് ഭയങ്കര ഹൈലൈറ്റാണ്. കാരണം അതിൻ്റെ പോസ്റ്ററുടെ തന്നെ നമ്മൾ ഞെട്ടിപ്പോവും. അപ്പോൾ അങ്ങനെയുള്ളൊരു പടം വരാൻ പോകുന്നു. കാലാപാനി, പ്രിയൻ സാറിൻ്റെ ഡ്രീം പ്രോജക്റ്റ്, മോഹൻലാൽ, പ്രഭു, അങ്ങനെ ഒരു കാലാപാനി, അങ്ങനെ സ്വാതന്ത്ര്യ സമരത്തിന് മുമ്പുള്ള ആ കാലഘട്ടത്തിലെ ഒരു പീരീഡ് ഫിലിം വരുന്നു. വലിയൊരു സിനിമയാണത്, വലിയൊരു ക്യാൻവാസും. പിന്നെ വരുന്നത് ഭരതൻ ടച്ച് എന്നൊക്കെ പറയുന്ന അതിൻ്റെ ഒരു ഹൈലൈറ്റഡ് മൊമെൻറ്റിൽ വരാൻ പോകുന്ന ദേവരാഗം എന്നുള്ള സിനിമയാണ്. അതിൽ അരവിന്ദ് സ്വാമി മലയാളത്തിൽ വരുന്നു, പ്ലസ് ശ്രീദേവി. ഈ 3 വമ്പൻ പടങ്ങൾ വിഷു റിലീസിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഒരു ആശങ്കയുണ്ട്. നമ്മളീ ഒരു കൊച്ചു പടം ഇതിൻ്റെ ഇടയ്ക്കൂടെ ഇങ്ങനെ ഒരു കുഞ്ഞ് ഗ്രാമത്തിൽ നടക്കുന്ന ചെറിയൊരു, നമ്മുടെ വീട്ടിലൊക്കെ നടക്കുന്ന പോലെ ഒരു സംഭവങ്ങളുള്ളൊരു സിനിമ എന്നിട്ട് എങ്ങനെ ഈ വമ്പൻ പടങ്ങളിലൂടെ പിടിച്ചു നിൽക്കും എന്നുള്ള സാധനം. ഒരു അത്യാവശ്യം അതിനുള്ള ചിലവായ കാശ് തിരിച്ചു കിട്ടണം. പക്ഷെ എന്തായാലും നമ്മൾ കാത്തിരുന്നിട്ട് കാര്യമില്ല. വിഷുവിന് മുമ്പ് റിലീസ് ചെയ്യാമെന്ന് വെച്ചാൽ വിഷു റിലീസിന് മുമ്പ് കിട്ടുന്ന ഒരാഴ്ചയോ മറ്റോ ആയിരിക്കും ഇതിൻ്റെ ഒരു വിധി നിർണ്ണയിക്കപ്പെടുക എന്നുള്ളത് തീരുമാനിച്ചു. കാരണം മറ്റേ പടങ്ങളെ വിഷുവിന് 2 ദിവസം മുമ്പോ 3 ദിവസം മുമ്പോ അങ്ങനെ ഒരു വെള്ളിയാഴ്ചയൊക്കെ ആയിരിക്കുമല്ലോ റിലീസ് ചെയ്യുക. അപ്പോൾ മാർച്ച് അവസാനം ദിവസം റിലീസ് ചെയ്യാൻ തീരുമാനിക്കുന്നു. അതിന് വേണ്ട പേരിൽ കുറച്ച് പ്രിൻറ്റുകൾ മാത്രം എടുത്തിട്ട് നമ്മൾ റിലീസ് ചെയ്യും. മെയിൻ സെൻറ്ററിൽ കുറച്ച് കിട്ടി, 12 കേന്ദ്രങ്ങൾ നമുക്ക് കിട്ടി. അങ്ങനെ പടം റിലീസ് ചെയ്യുന്നു. പടം റിലീസ് ചെയ്ത് അതിൻ്റെ ഒരു കാര്യം എന്ന് വെച്ചാൽ, പടം റിലീസ് ചെയ്യുന്ന അതിൻ്റെ ഈ ഫിലിം പെട്ടികൾ അങ്ങനെ ഒരു സ്ഥലത്തേക്ക് അയക്കുന്നൊരു ഉണ്ടല്ലോ, അവിടെ മദ്രാസിൽ നിന്ന്, ലാബിൽ നിന്ന് ഇങ്ങനെ അയച്ചു തുടങ്ങി. അപ്പം പിറ്റേ ദിവസം, അതായത് 2 ദിവസം കഴിഞ്ഞിട്ടാണ് റിലീസ് വെച്ചിരിക്കുന്നത്. അപ്പം പിറ്റേ ദിവസം കാലത്ത് ഏർലി മോർണിംഗ് ഫ്ലൈറ്റിൽ ഉണ്ണിയേട്ടൻ 3-4 ബാക്കിയുള്ളതൊക്കെ നമ്മൾ ഇതിൽ വിട്ടിട്ടുണ്ട്, ടെമ്പോയിലൊക്കെ യാത്ര പോയിട്ടുണ്ട് 2-3 ദിവസം മുമ്പ്. പുള്ളി കൊണ്ടുപോകുന്നു. ഞാൻ പോകുന്ന ഫ്ലൈറ്റിൽ നിന്നാണ് ഉച്ചയ്ക്ക്. അതിൽ ഞാൻ ചാലക്കുടി, കൊടുങ്ങല്ലൂർ, തൃശ്ശൂർ അങ്ങനെയുള്ള 4 ഫിലിം പെട്ടികളുമായിട്ട്, പ്രിൻറ്റുകളുമായിട്ട് ഞാനാണ് ഉച്ചയ്ക്കുള്ള ഫ്ലൈറ്റിന് പോകുന്നത്. അന്ന് കൊച്ചിൻ എയർപോർട്ടാണ്, മറ്റേ നെടുമ്പാശ്ശേരിയിൽ. അപ്പം അവിടെ വരുന്നു. അതിൽ 2 വണ്ടികൾ വരുന്നു, ടാക്സി വന്ന് നേരെ കിരീടം ഓഫീസിൽ അവിടെ ചെല്ലുന്നു. ഞാൻ അവിടുന്ന് ചാലക്കുടി കണിച്ചാസ് തിയേറ്ററിൽ ആണ് സലാം റിലീസ് ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ ഹോം ടൗണിൽ തിയേറ്ററിലേക്കുള്ള ഫിലിം പ്രിൻറ്റുമായിട്ട് ഞാനാണ് പോകുന്നത് കാറിൽ. ഞാൻ പോകുന്ന കാറിലാണ് ഞാൻ ഈ പ്രിൻറ്റ് ഡിക്കിയിൽ ഇട്ടിട്ട് ഞാൻ വീട്ടിലേക്ക് പോകുന്ന വഴിക്ക് നേരെ കൺസായ് തിയേറ്ററിൽ എത്തുന്നു. കൺസായ് തിയേറ്ററിൽ ഇത് അവർ കാത്തുക്കാണ്, അവർ വിളിച്ച് പറഞ്ഞിട്ടുണ്ടാവും നോക്കുന്നുണ്ട്. അപ്പോൾ പെട്ടിക്ക് ഇറക്കി. അപ്പോൾ അവിടെ ഈരാളി എന്ന് പറഞ്ഞിട്ട്, ജേക്കബ് ഈരാളി എന്ന് പറഞ്ഞിട്ടൊരു മാനേജറാണ്. ഞാനായിട്ട് സൗഹൃദമുള്ളതാണ് ചാലക്കുടി. അപ്പോൾ ഞാൻ പറഞ്ഞു, നിങ്ങളുടെ കയ്യിലാണ്, ഞാൻ അതേ സെറ്റ് നാളെ പടം റിലീസാണ്. അവർ പറഞ്ഞു കുഴപ്പമില്ല സുന്ദർജി, നിങ്ങൾ പൊക്കോ, ഞങ്ങൾ എന്തായാലും ഇത് വൈകുന്നേരം അവിടെ ക്ഷേത്രമുണ്ട്, അവിടെ പോയി പൂജിച്ചിട്ട് എന്ന് നമ്മൾ മറ്റന്നാളെ കാലത്ത് തുടങ്ങുന്നു. ഭയങ്കര എനിക്ക് സംസാരിക്കാൻ പറ്റാത്ത രീതിയിൽ, കാരണം ഇതിന് വല്ലാത്തൊരു ആശങ്കയിലാണ്. എൻ്റെ ഒരു ആങ്സൈറ്റി എല്ലാവർക്കും അറിയുന്ന, എല്ലാ സംവിധായകർക്കും എത്ര സിനിമ കഴിഞ്ഞാലും അടുത്ത പടം ഇറങ്ങാൻ പോകുന്നതിൻ്റെ ഒരു ആങ്സൈറ്റി ഉണ്ടാവും. എന്താണ് ആ പടത്തിൻ്റെ വിധി എന്നുള്ളത്. അപ്പോൾ ആദ്യത്തെ പടം ചെയ്ത എൻ്റെ കാര്യം പ്രത്യേകിച്ച് പറയേണ്ടതില്ല. അപ്പം വീട്ടിലെത്തി അച്ഛനൊക്കെ എങ്ങനെയുണ്ടായി, ഞാൻ നന്നായിരുന്നു, അപ്പം പടം ഇനിയിപ്പോൾ ആൾക്കാർ കാണട്ടെ. അങ്ങനെ പിറ്റേ ദിവസം പടം റിലീസ് ചെയ്യണം. ഞാൻ തിയേറ്ററിൽ കാണാൻ പോയില്ല. മോർണിംഗ് ഷോ കഴിഞ്ഞ് പിന്നെ മോർണിംഗ് ഷോ കഴിഞ്ഞ് ഉച്ചയായപ്പം ഒരു മാറ്റ്നി തുടങ്ങുന്ന സമയമായപ്പം എന്നെ ജാക്കി പിരാട് വിളിക്കുന്നു. അപ്പോൾ ഫോൺ റിങ്ങുമ്പോൾ പേടിയാണ്. ഉണ്ണിയേട്ടൻ വിളിക്കുകയാണോ, അതിൻ്റെ ഒരു റിസൾട്ട് അറിഞ്ഞ് വിളിക്കുകയെന്നൊക്കെ ഉള്ളതിൻ്റെ ഭയങ്കര ആശങ്കയിലാണ്. അപ്പോൾ ഞാൻ ഫോണെടുത്തപ്പോൾ ജേക്കബ് ഈരാളിയാണ്. ഞാൻ കൺസായ് തിയേറ്ററിൽ നിന്നാണ്, ജേക്കബ് ഈരാളിയാണ്. ഞാൻ എന്താ പ്രശ്നമെന്ന് ചോദിച്ചു. പ്രശ്നമൊന്നുമില്ല, പാട്ട് ഗംഭീരമായിട്ടുണ്ട്, പാട്ട് ആൾക്കാർ ഭയങ്കരമായിട്ട് ആസ്വദിക്കുന്നു. മോർണിംഗ് ഷോ ഒക്കെ ആൾ കുറവായിരുന്നു, പക്ഷേ മോർണിംഗ് ഷോയ്ക്ക് ശേഷം ഇപ്പോൾ നോൺ ഷോയ്ക്ക് ആൾക്കാർ അത്യാവശ്യം തിരക്കില്ലാത്ത ആൾക്കാരുണ്ട്.
മാറ്റിനിക്ക് ഫുള്ളാവുന്നത് തോന്നുന്ന ആൾക്കാർ വെയിറ്റ് ചെയ്യുന്നുണ്ട്. എനിക്ക് ഭയങ്കര സന്തോഷമായി. അങ്ങനെ അപ്പോൾ ഞാൻ വീട്ടിൽ പറഞ്ഞു. അപ്പോൾ അച്ഛമ്മ നമുക്ക് പോവാം. ഞാൻ പറഞ്ഞു നമുക്ക് സെക്കൻഡ് ഷോയ്ക്ക് പോവാം, പകൽ ചെന്ന് കയറണ്ട തിയേറ്ററിൽ എന്നുള്ള ധാരണയില്ല. ചില ആൾക്കാർക്ക് അറിയുള്ളൂ ഞാനാണ് എൻ്റെ സംവിധായകൻ എന്നുള്ളത്. ഞാൻ സിനിമയിൽ ജോയിൻ ചെയ്തതിനെ വളരെ ചുരുക്കം ആൾക്കാർക്ക് അറിയുള്ളൂ. സിബ് സാറിൻ്റെ കൂടെ വർക്ക് ചെയ്തൊന്നും നമ്മളെ ലിമിറ്റഡ് ഫ്രണ്ട് സർക്കിൾ മാത്രമേ അറിയുള്ളൂ. അങ്ങനെ ഞാനും അച്ഛനും അമ്മയും എൻ്റെ വൈഫ്, എൻ്റെ ജ്യേഷ്ഠത്തി അമ്മ, എൻ്റെ കുട്ടികൾ, ഞങ്ങൾ ഒരു 9 മണി സെക്കൻഡ് ഷോയ്ക്ക് എന്നുള്ള കണക്കായി ഞങ്ങളൊരു 9 മണി കണക്കാക്കി അവിടെ ചെന്ന് കാറിൽ ചെന്ന് ഇറങ്ങി. ഞങ്ങൾ നോക്കുമ്പോൾ ആൾക്കാരിങ്ങനെ നിറഞ്ഞ് ഒഴുകിക്കൊണ്ടിരിക്കുക. അങ്ങനെ ഒറ്റ ദിവസം കൊണ്ട് എത്ര ആൾക്കാർ എങ്ങനെ അറിഞ്ഞു വരുന്നു എന്നുള്ളത് മൗത്ത് പബ്ലിസിറ്റിയുടെ ഒരു കാര്യം. അന്ന് സോഷ്യൽ മീഡിയയിലൊന്നും പോസ്റ്റ് ചെയ്യാനോ അങ്ങനെ റിവ്യൂസ് ഇടാനൊന്നുള്ള സൗകര്യങ്ങളൊന്നുമില്ല. അതിന് ട്രെയിലർ പോലും ഇടാനുള്ള സൗകര്യങ്ങളില്ല. ആകെ വന്ന് എൻ്റെ ഒരു ഇൻ്റർവ്യൂ ആണ്. അതിപ്പോൾ എൻ്റെ ഇൻ്റർവ്യൂ എല്ലാവരും കണ്ടോളണമെന്നില്ല. ഏഷ്യാനെറ്റിൽ ഷൂട്ട് ചെയ്താണ് അവർ മദ്രാസിൽ വന്ന്. അങ്ങനെ അപ്പോൾ ഹരിദാസ്, കെ ഹരിദാസ്, എനിക്കറിയാം അയാൾ ഒരുപാട് പടം ചെയ്ത കെ ഹരിദാസ് ഡയറക്ടർ. പടം കണ്ട് കൺചേസ് ചെയ്ത് ഇറങ്ങി വരുമ്പോൾ എന്നെ കണ്ടു. സുന്ദരം, പടം നന്നായിട്ടുണ്ട്. പിന്നെ അവിടെ ക്ലൈമാക്സ് അങ്ങനെ തന്നെയാണ് ഉദ്ദേശിച്ചിരുന്നതെന്നൊക്കെ പുള്ളി പറഞ്ഞു. അങ്ങനെയാണ് ഉദ്ദേശിച്ചത്, അതാണ്. പക്ഷേ കുഴപ്പമില്ല, പാട്ടുകൾ നന്നായിട്ടുണ്ട്. എൻ്റെ ചിത്രീകരണം നന്നായിട്ടുണ്ട്. ഒരു പുതിയ സംവിധായകൻ്റേതെന്ന് പറയില്ല, കുറച്ച് പക്വമായ രീതി അതിൽ അവലംബിച്ചിട്ടുണ്ടെന്നൊക്കെ പുള്ളിയുടെ ഭാഷയിലാണ് എന്നെ കെട്ടിപ്പിടിച്ചിട്ടൊക്കെ പോയി. അപ്പോൾ ഞാൻ ശ്വാസം മുട്ടി. അപ്പോഴേക്കും തിയേറ്ററിൽ ആൾക്കാർ വന്ന് എന്നെ വിളിച്ച് ആനയിച്ചു. ഞാൻ പറഞ്ഞു വേണ്ട, ഞാൻ നടന്നോളാം. എനിക്ക് കാരണം വല്ലാത്തൊരു പരിവാരങ്ങളിൽ പോകുന്ന എനിക്ക് ഭയങ്കര അന്നും ഇഷ്ടമല്ല, ഇന്നും ഇഷ്ടമല്ല. അങ്ങനെ ഞാൻ പറഞ്ഞു ഞാൻ കയറിക്കോളാം ടിക്കറ്റ്. അപ്പോൾ ടിക്കറ്റ് കാശൊന്നും എടുക്കണ്ടെന്നു. അച്ഛൻ പറഞ്ഞു അത് വേണ്ട, പൈസ ടിക്കറ്റ് എടുത്തിട്ട് കയറിയാൽ മതി എന്ന്. അച്ഛൻ പൈസ കൊടുത്ത് ടിക്കറ്റ് എടുത്തിട്ട് കയറി. അപ്പോൾ അവരോട് നിന്നാൽ സാറിൻ്റെ ടിക്കറ്റ് എടുക്കായിരുന്നു പറഞ്ഞു. എന്നോട് ടിക്കറ്റ് എടുക്കാൻ സമ്മതിച്ചില്ല. ഞങ്ങൾ ബാക്കിയുള്ള ടിക്കറ്റ് കച്ചടിപ്പിച്ചു. അതിന് ഞാൻ ഞങ്ങൾ ഇരുന്നപ്പോഴേക്കും ആൾക്കാർ കയറി ഫില്ലായിക്കൊണ്ടിരിക്കുകയാണ് ബാൽക്കണിയിൽ. അങ്ങനെ ഞാൻ കയറിയിരുന്നു. ഞാൻ തൊട്ടടുത്ത് എൻ്റെ വൈഫ്, അങ്ങനെ ഞങ്ങളെല്ലാം ഇങ്ങനെ നിരന്നിങ്ങനെ ഇരിക്കും. ഞാൻ ഭയങ്കര ടെൻസഡി. സിനിമ കണ്ടിട്ട് ആൾക്കാർ റിയാക്ട് ചെയ്യുന്നത് എങ്ങനെയാണ്, നമ്മൾ പല സിനിമകളും കണ്ടിട്ട് ആൾക്കാർ കൂക്കുകയും കൂക്കി വിളിക്കുകയൊക്കെ ചെയ്യുന്ന കണ്ടിട്ടുണ്ട്. എൻ്റെ സിനിമ എങ്ങനെയാണ് ആൾക്കാർ കാണുമ്പോൾ എന്നറിയില്ല. അവർ ആൾക്കാരെ ഇടുന്ന ആദ്യമായിട്ട് കാണാൻ പോകുക. ഇപ്പോൾ സിബിസാറിൻ്റെ പടമൊക്കെ കാണുമ്പോൾ നമ്മൾ ധൈര്യമായിട്ട് പോയിട്ടുണ്ട്. കാരണം നല്ലതായാലും ചീത്തയായാലും നമുക്ക് എന്നെ ബാധിക്കുമെങ്കിൽ പോലും ഡയറക്റ്റായിട്ട് എന്നെ ഹോണ്ട് ചെയ്യുന്നൊന്നും ഉണ്ടാവില്ല. ഞാനത് ഇരുന്നു പടം തുടങ്ങാനായിട്ട് ഇങ്ങനെ. അപ്പോൾ ശിവറിന് തുടങ്ങാത്തന്നൊക്കെ പറഞ്ഞു, ഞങ്ങൾ മിണ്ടാതിരിക്കുന്നൊക്കെ പറഞ്ഞ് ഞാനാകെ ടെൻഷനാണ്. അതിന് കുറേ കഴിയുമ്പോൾ ടിക്കറ്റ് കുറച്ച് കഴിയുമ്പോണ്ട് പെട്ടെന്ന് എക്സിറ്റിൻ്റെ അവിടെയുള്ള ഡോറ് തുറന്നിട്ട് അവിടുത്തെ കാണിച്ചാൽ 2-3 ജീവനക്കാർ വരുന്നു. അവർ സ്റ്റീൽ ചെയർസ് കൊണ്ടുവന്നിട്ട് സീറ്റ് തികയാഞ്ഞിട്ട്. അതൊരു വലിയൊരു ഒരു സിനിമയുടെ ഷോയ്ക്ക് സീറ്റ് ഫുള്ളായിട്ട്, ബാൽക്കണി സീറ്റ് ഫുള്ളായിട്ട് സ്റ്റീൽ ചെയർസ് ഒരു നേരെ കൊണ്ടുവന്ന് ഇടുകയാണ് ആൾക്കാർ. അതാണ് എനിക്ക് സന്തോഷമായി. എന്തും കുറ്റം ആൾക്കാർ കൂക്കി വിളിച്ചാലും കുഴപ്പമില്ല. പടം ഫസ്റ്റ് ഡേ അത്രയും സക്സസ് ആണ്. അപ്പോൾ ഇത് പടം നമുക്ക് നമ്മുടെ പരിചയം കൊണ്ട് സിനിമ ഇറങ്ങിയിട്ട് ഇങ്ങനെ കളക്ഷൻ കിട്ടുന്നതിൻ്റെയൊക്കെ കണക്കൊന്നും അല്ലെങ്കിൽ പോലും ഇത് ഹിറ്റാവാൻ അത്യാവശ്യം തിരക്കില്ലാത്ത. പക്ഷേ ഇനി കുറച്ച് ദിവസങ്ങളുള്ളൂ. മറ്റേ ഈ ഹിറ്റ്ലറും ദേവരാഗും കാലപനി ഇറങ്ങാൻ ഞാൻ ഒരാഴ്ച കഷ്ടിയുള്ളൂ. അതിൻ്റെ ഉള്ളിൽ ഇത് കിട്ടട്ടെ, ഇതിൻ്റെ പൈസ അതിൻ്റെ പ്രൊഡ്യൂസർ കിട്ടട്ടെ, ഉണ്ണിയന് കിട്ടട്ടെ എന്നൊക്കെ പ്രാർത്ഥിച്ചിട്ടാണ് ഞാൻ സിനിമ തുടങ്ങി. അങ്ങനെ എൻ്റെ ടൈറ്റിൽ സംവിധാനം സുന്ദർദാസ് എന്നുള്ള ടൈറ്റിൽ കഴിഞ്ഞ് പടം തുടങ്ങി. അതോടെ ഞാൻ നമ്മൾ ഉദ്ദേശിക്കാത്ത അത് വളരെ അതിൽ ഹ്യൂമർ എന്ന് പറയുന്ന സാധനമില്ല. വളരെ ലൈറ്ററായിട്ടുള്ള ചില ജീവിതത്തിൽ നമ്മൾ സംഭവിക്കുന്ന ഹ്യൂമറല്ല. ഹ്യൂമറിന് വേണ്ടി ഒരു സിറ്റുവേഷനോ ഹ്യൂമറോ ഇതിൽ ചെയ്തിട്ടില്ല. പക്ഷേ ഈ ആർട്ടിസ്റ്റുകൾ ചെയ്ത രീതികളും ദിലീപിൻ്റെ ആയാലും സാലുകുത്തിൻ്റെ ആയാലും മാളച്ചേട്ടൻ്റെ ആയാലും മനോജിൻ്റെ ചില പെർഫോമൻസ് മാമുക്കായിട്ടുള്ള സീനിലൊക്കെ ആൾക്കാർ ഭയങ്കരമായിട്ട് റിയാക്ട് ചെയ്യുന്നുണ്ട്. പാട്ട് വന്നു, പാട്ട് ഭയങ്കര ആൾക്കാർ സിനിമ കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പം എൻ്റെ 2 സുഹൃത്തുക്കൾ എല്ലാവരും അറിഞ്ഞിട്ടില്ല സിനിമ, അവർ എന്നിട്ട് കെട്ടിപ്പിടിച്ചു. അത് കഴിഞ്ഞ് കാറിൽ കയറി. അപ്പം ജേക്കബ് പിരാളി ഇപ്പോൾ കൺചൈസിൻ്റെ ഉടമസ്ഥനുണ്ട്, കണിച്ചായി ഫ്രാൻസിസ്. അപ്പോൾ അയാൾ വന്ന് പടം നല്ല റെസ്പോൺസാണ്, അത് ചിലപ്പോൾ കയറി കൊളുത്തു. ഞാൻ പറഞ്ഞ് അടുത്ത ആഴ്ച ഇറങ്ങാൻ പോവാണ്, ബമ്പന്മാരുടെ പടങ്ങൾ ഇറങ്ങും. അത് വരുമ്പോൾ നോക്കാം. ഒരാഴ്ച 4-5 ദിവസം ഉണ്ടല്ലോ. ഓരോ ദിവസം ചെല്ലുമ്പോൾ ഇതിൻ്റെ ഒരു എന്താ പറയുക, എൻ്റെ ഒരു ഇത് ഹൈപ്പ് കൂടി. അങ്ങനെ വലിയൊരു സക്സസ് ആയി സിനിമ, ഭയങ്കര സക്സസ്. ഞങ്ങളാരും വിചാരിക്കാത്തതിൻ്റെ മേലെ 100 ഡേയ്സിന് മേലെ 125 ഡേയ്സ് ആ പടം ഓടി എന്നുള്ളതാണ്. മിക്കവാറും തിയേറ്ററിൽ, എല്ലാ തിയേറ്ററിലും അല്ലെങ്കിൽ പോലും ഭയങ്കര സക്സസ് ആയ സിനിമ. എവിടെ ചെന്നാലും സല്ലാപം മാധ്യമങ്ങളിലൊക്കെ മാസികളിലൊക്കെ സല്ലാപം നൽകുന്ന പാടം എന്നിട്ട് നാനയുടെ
സ്പെഷ്യൽ പേജസ് ഇങ്ങനെയൊക്കെ ഒരുപാട് എൻ്റെ ഇൻ്റർവ്യൂസ് വരുന്നു പിന്നെ കഴിഞ്ഞിട്ട് അങ്ങനെ അങ്ങനെ. അപ്പോൾ അതിൻ്റെ ഒരു ഭയങ്കര ഹൈപ്പില്ല. സിബി സാർ എന്നെ വിളിക്കുന്നു അങ്ങനെ. അപ്പോൾ പടം ഇങ്ങനെ എനിക്ക് തോന്നുന്നു 100 ഡേയ്സ് ആവുന്നതിന് 19 ദിവസം കഴിഞ്ഞപ്പോൾ സിബി സാർ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഇവിടെ ഞാൻ പറഞ്ഞു വീട്ടിലാണ് സാർ, എന്താ പരിപാടി? ഞാൻ പറഞ്ഞു ഒന്നുമില്ല. അപ്പോൾ സിബി സാർ ഒന്ന് മദ്രാസിലാണ്. സാർ പറഞ്ഞു ഇവിടെ നമ്മളിവിടെ സാധാരണ നമ്മുടെ സിനിമയ്ക്ക് ഇവിടെ പ്രിവ്യൂ ഇടാറുണ്ട്, ഇതിപ്പോൾ പ്രിവ്യൂ ഇട്ടില്ല. ഞാൻ പറഞ്ഞു സാർ പ്രിവ്യൂ ഇട്ടിട്ട് വിളിക്കാം, അങ്ങനെ ഒരു ഭയമുള്ളതുകൊണ്ടാണ് പ്രിവ്യൂവിന് ആളെ വിളിച്ചാതെ നമ്മൾ റിലീസ് ചെയ്തത്. സാറിനിപ്പോൾ ഭയങ്കര പടം സക്സസ് അല്ലേ, സാറിന് കാര്യം ചെയ്യും, മദ്രാസിലൊരു ഷോ ഇടും, നമ്മൾ പ്രിവ്യൂ ഇടും, അത് നല്ലതാണ്. ഇവിടെയുള്ള നമ്മുടെ ആർട്ടിസ്റ്റുകളെല്ലാവരും ഇവിടെയാണ്, നമ്മളായിട്ട് കണക്ട്. എൻ്റെ സിനിമയിലല്ല, അല്ലാതെ കവിയൂർപ്പനും അങ്ങനെ പോലെ ഒരുപാട് ആർട്ടിസ്റ്റുകൾ അവിടെ മദ്രാസിലാണ്. അവർക്കാണ് പിന്നെ മലയാള അസോസിയേഷൻ ആൾക്കാർ, അവരൊക്കെ നമ്മൾ സ്ഥിരം വിളിക്കുന്ന ഒരു ഇതുണ്ട് പ്രിവ്യൂവിന്, അവർക്കൊരു കാണാൻ ഇതല്ലേ, ഇവിടെ ഇല്ലല്ലോ. അങ്ങനെ ഞാൻ ഉണ്ണിയായിട്ട് ഇവിടെ ഒരു പ്രിൻ്റ് മദ്രാസിലേക്ക് ഞാനും പോകുന്നു.